Hi students, welcome back again. We were discussing about the theory of consumer behavior utility analysis and we had uploaded one lecture regarding the assumptions of cardinal utility approaches and now we will be dealing with the laws. So without much delay, let's move on to the topic. So, law of Marshall's cardinal utility. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അസംഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ ഗോ ബാക്ക് ആൻഡ് സീ ദാറ്റ് വീഡിയോ. ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഇക്കണോമിക്സ് ഫുൾ റിവോൾവ് ചെയ്യുന്നത്. സോ അസംഷൻസ് നോക്കിയിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ. With all the above basic assumptions which were discussed in the previous lecture, the founders of cardinal utility analysis has developed two laws which occupy an important place in the economic theory. അതിന് അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, യൂസസ് ഉണ്ട്. സോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതേപോലെ തന്നെ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ടു laws about consumers' behavior that exponents of utility analysis have derived the law of demand. Law of demand എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയറിനെ മനസ്സിലാക്കുന്ന ഈ രണ്ട് ലോസിനെ അനുസരിച്ചാണ്. ഏതൊക്കെയാണ് രണ്ട് ലോസ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് സെക്കൻഡ് വൺ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. മൂവിങ് ഓൺ. First one is the law of diminishing marginal utility. An important tenet of marginal utility analysis relates to the behavior of marginal utility. The familiar behavior of marginal utility has been stated that in the law of diminishing marginal utility, according to which marginal utility of a good diminishes as an individual consumer more of that good. അതായത് ഒരു പെർട്ടിക്കുലർ ഗുഡ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ യൂട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറയും എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ കൺസ്യൂമർ ടേക്സ് മോർ യൂണിറ്റ്സ് ഓഫ് എ ഗുഡ്, ഒരു പെർട്ടിക്കുലർ ഗുഡിൻ്റെ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹം ഓരോ എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നല്ലതായിട്ട് വിശന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആപ്പിൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും. പിന്നീട് അതേ വ്യക്തിക്ക് തന്നെ വീണ്ടും ഒരു ആപ്പിളും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കുറവ് യൂട്ടിലിറ്റി ആയിരിക്കും ലഭിക്കുന്നത്. പിന്നീട് മൂന്നാമത് ഒരു ആപ്പിളും കൂടി കൊടുക്കുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. നാലാമത് ഒരു ആപ്പിളും കൂടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിനോടൊരു താല്പര്യക്കുറവായിരിക്കും വരുന്നത്. ബിക്കോസ് അയാൾക്ക് ആവശ്യത്തിന് അദ്ദേഹം കഴിച്ചു. എക്സ്ട്രാ പിന്നെയും പിന്നെയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി നോട്ടഡ് ദാറ്റ് it is the marginal utility and not the total utility that declines with the increase in the consumption of a good. ഒരു ഗുഡിൻ്റെ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയാണ് അവിടെ ഡിക്രീസ് ചെയ്തത്, ടോട്ടൽ യൂട്ടിലിറ്റി അല്ല. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് ദാറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ബട്ട് എ ഡിക്രീസിങ് റേറ്റ്. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത് ഡിമിനിഷിങ്, ഐ എം സോ സോറി ഫോർ ദാറ്റ്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ ഡിക്ലൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷെ അതൊരു ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മാർഷൽ, ഹൂ was the famous exponent of marginal utility analysis, has stated law of diminishing marginal utility as follows. The additional benefit which a person derives from the given increase of his stock of a thing diminishes with every increase of the stock he already has. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി കൂട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു താല്പര്യം അതൊരു ഡിമിനിഷിങ് റേറ്റിലോട്ടേക്ക് മൂവ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ആ ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞ്
ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളതാണ്. അത് ബേസ് ചെയ്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പോകുന്നത്. ആൻഡ് ഈ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ടോട്ടൽ വാണ്ട് ഓഫ് എ മാൻ ആർ വെർച്വലി അൺലിമിറ്റഡ്. ഒരു വ്യക്തിയുടെ ടോട്ടൽ വാണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് വാണ്ടാണ് ഒരു വ്യക്തിക്ക് ഉള്ളത്. ആൻഡ് എല്ലാ സിംഗിൾ വാണ്ടും സാറ്റിസ്ഫയബിൾ ആയിരിക്കണം എന്നുള്ളതുമുണ്ട്. സോ ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ consumes more and more good, the intensity of his want for that good on falling, and a point is reached where the individual no longer wants to buy that good. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആപ്പിൾ കഴിച്ചു, 3ാമത്തെ ആപ്പിൾ വരെ കഴിക്കാൻ ഓക്കെയാണ്, 4ാമത്തെ ആപ്പിൾ കഴിക്കുമ്പോഴത്തേക്ക് അയാൾക്കത് വേണ്ട. മെയിൻലി അയാളുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹം മാക്സിമം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിനോടൊരു താല്പര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ആ ഒരു പോയിന്റിനാണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് അദ്ദേഹം മാക്സിമം യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തത്, അതാണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ആ ഒരു ടൈമിൽ എന്താ പറ്റുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. നാലാമത്തെ ആപ്പിൾ അദ്ദേഹം കഴിച്ചപ്പോൾ അതിനോട് കഴിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ദാറ്റ് മീൻസ് അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി അവിടെ എന്താണ്, 0 ആണ്. 0 മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഇംപ്ലൈസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഹാസ് ഓൾ ദാറ്റ് ഹി വാണ്ട്സ് ഓഫ് ദ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ. ഏത് ഗുഡിലാണോ അദ്ദേഹം താല്പര്യത്തിൽ നിൽക്കുന്നത്, ആ ഗുഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇനി ആ ഗുഡിനോട് ഒരു താല്പര്യമില്ല. ആ ഒരു പോയിന്റാണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ഫാക്ട് ഓൺ വിച്ച് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഈസ് ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് ഗുഡ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ഈച്ച് അതർ ഇൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വേരിയസ് പെർട്ടിക്കുലർ വാൻസ്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക് substitutes for the good. Okay. When an individual consumes more and more good, the intensity of his particular want of that good diminishes. But if the units of the good could be devoted to the satisfaction of other wants and yielded much satisfaction as they did initially in the satisfaction of the first one, marginal utility of the good would not diminish. Marginal utility of good diminish ചെയ്തില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ ഗുഡ് വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഗുഡിനോടുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ് ചെയ്യാണ്. അതേ ഗുഡ് അദ്ദേഹം മറ്റ് ഗുഡ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു വാൻസിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ലഭിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ് ചെയ്യില്ല. അതാണ് സെക്കൻഡ് ഫാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഒബീവിയസ് ഫ്രം the above that law of diminishing marginal utility describes a familiar and fundamental tendency of human nature. This law has been arrived at by introspection and by observing how people behave. സോ ഇൻട്രോസ്പെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്താണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ഗോ വാച്ച് ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ദെൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. Consider table 5.1 in which we have presented total and marginal. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ടേബിളും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ ഒരു ടീയുടെ ബേസിസിൽ. അപ്പോൾ ഒരു കപ്പ് ഓഫ് ടീ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് യൂട്ടിലിറ്റി 12 ആയിരുന്നു. ആൻഡ് അവിടെ മാർജിനൽ യൂട്ടിലിറ്റിയും 12 തന്നെയായിരിക്കും വരിക. പിന്നീട് രണ്ടാമത്തെ ദിവസം 2 കപ്പ് ടീയും അദ്ദേഹം കുടിച്ചു. സോ വാട്ട് ഹാപ്പൻസ്, മാർജിനൽ യൂട്ടിലിറ്റി 22 ആയി. ടോട്ടൽ യൂട്ടിലിറ്റി 22 ആയി. അപ്പോൾ അദ്ദേഹത്തിന് ആ രണ്ടാമത്തെ ടീയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഈസ് 22 - 12, ദാറ്റ് ഈസ് 10. ഇറ്റ് വിൽ ബി സീൻ ഫ്രം ദ ടേബിൾ. ആ ടേബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും 6th കപ്പ് ഓഫ് ടീ വരെ കുടിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ദ അഡീഷണൽ കപ്പ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഫസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തത്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് റേറ്റിലോട്ടേക്കാണ് പോകുന്നത്. ദെൻ however, when the cup of tea consumed per day increases to 7, instead of giving positive marginal utility, 7th കപ്പ് നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും
നൽകുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് ടീ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ അസിഡിറ്റി ഉണ്ടായിരിക്കും, അയാൾക്ക് ഗ്യാസ് ട്രബിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എക്സ്ട്രാ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഒരു 6 കപ്പ് ഓഫ് ടീ പെർ ഡേ അതിനേക്കാളും കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ആവുന്നത്. സോ പോസിറ്റീവിൽ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലോട്ടേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ആ 5.1ൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി ഉണ്ട്. വി ഹാവ് കൺസ്ട്രക്റ്റഡ് റെക്റ്റാങ്കിൾസ് റെപ്രസെൻറ്റിംഗ് ടോട്ടൽ യൂട്ടിലിറ്റി obtaining from various number of teacups per day as we will be seeing in the figure. Okay, moving on, നമ്മൾ ആ ഫിഗർ നോക്കിയിട്ട് വരാം. ഇവിടെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഓരോ കപ്പ് ടീ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്തു അപ് ടു ഈ 6th എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 6th കപ്പ് ഓഫ് ടീ വരെ 6 കപ്സ് പെർ ഡേ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് വരെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുക, ഡിക്രീസ് ചെയ്യുവാണ് ചെയ്തത്. മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ്ഡ് ആയിരുന്നു, 12 യൂട്ടിൽസ് ആയിരുന്നു. അതിനുശേഷം മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്ത് നെഗറ്റീവിലോട്ടേക്ക് വരെ വരുന്നതാണ് കാണിക്കുന്നത്. ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും. സോ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ഓൾറെഡി നമ്മൾ കുറച്ച് 2 വീഡിയോസിൽ ഈ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ ഹോപ്പ് യു വിൽ ബി ക്ലിയർ അബൌട്ട് ദാറ്റ്. മൂവിങ് ഓൺ, വി ഹാവ് ജോയിൻഡ് ദ വേരിയസ് ട്രയാങ്കിൾസ്. സെയിം തന്നെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടേതെന്ന് ഉള്ളതേ ഉള്ളൂ. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഓർ ദ തിയറി ഓഫ് ഡിമാൻഡ് ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് റൈസസ് ആസ് ദ ഫോൾ ഓഫ് പ്രൈസസ് ഫോൾസ്. അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് ഉള്ളത്. ഓക്കെ, വെൻ ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ് ഇറ്റ്സ് പ്രൈസ് വിൽ ഫോൾ. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഇതിനകത്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ദസ് ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ദാറ്റ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. ഡിമാൻഡ് കർവ് സ്ലോപ്സ് downward mainly because of the diminishing marginal utility. Then, if properly understood, the law of diminishing marginal utility applies to all objects of desire including money. മണിയിൽ വരെ നമുക്ക് ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് വർത്ത് മെൻഷനിങ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് ജനറലി നെവർ സീറോ ഓർ നെഗറ്റീവ്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർലി നോട്ടഡ്. മണി റെപ്രസെൻറ്റ്സ് ജനറൽ പർച്ചേസിങ് പവർ. ഒരു പെർട്ടിക്കുലർ ഗുഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ പവറിനെയാണ് മണി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ മാൻ ക്യാൻ സാറ്റിസ്ഫൈ ഹിസ് മെറ്റീരിയൽ വാണ്ട്സ് ഇഫ് ഹി പോസസ് മണി സിൻസ് മാൻസ് ടോട്ടൽ വാണ്ട്സ് ആർ പ്രാക്ടിക്കലി അൺലിമിറ്റഡ്. അപ്പോൾ നമുക്കറിയാം മനുഷ്യന് വാണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഒരിക്കലും സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിന് ഇക്കണോമിക് പോളിസിയിലും തിയറീസിലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിന് ഉണ്ട്. സോ അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് എ വാല്യൂ പാരഡോക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് വാല്യൂ പാരഡോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തേത്. The law of diminishing marginal utility is of crucial significance in explaining determination of prices of commodities. അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. സോ ഡിമാൻഡും പ്രൈസും കണക്റ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസിങ്ങിലും നമുക്ക് ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡിസ്കവറി ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഹാസ് ഹെൽപ്ഡ് ടു എക്സ്പ്ലെയിൻ പാരഡോക്സ് ഓഫ് വാല്യൂ വിച്ച് ട്രബിൾഡ് ആഡം സ്മിത്ത് ഇൻ ദ വെൽത്ത് ഓഫ് നേഷൻസ്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസിൽ ഒരുപാട് ട്രബിൾ ചെയ്തിരിക്കുന്ന കാര്യമാണ് വാല്യൂ പാരഡോക്സ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു തിയറിക്ക് സാധിച്ചിട്ടുണ്ട്. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ് ഗ്രേറ്റ്ലി കൺഫ്യൂസ്ഡ് വൈ വാട്ടർ വിച്ച് ഈസ് വെരി എസെൻഷ്യൽ ആൻഡ് യൂസ്ഫുൾ ഇൻ ലൈഫ് ഹാവ് സച്ച് എ ലോ പ്രൈസ് വൈൽ ഡയമണ്ട്സ് വിച്ച് ആർ ക്വൈറ്റ് അൺനെസസറി ഹാവ് ഹൈ പ്രൈസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രൈസ് വളരെ കുറവും അതേപോലെ തന്നെ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ പ്രൈസ് എന്തുകൊണ്ടാണ് വളരെ കൂടുതൽ എന്നുള്ളതൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പാരഡോക്സ് ആയിട്ട് നിലനിൽക്കുമായിരുന്നു. ദിസ് വാല്യൂ പാരഡോക്സ് ഇസ് നോൺ ആസ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു തിയറിക്ക്. കാരണം ഇത് ആഡം സ്മിത്തിന് ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബട്ട് മോഡേൺ എക്കണോമിക്സ് ഹാസ്
can solve it with the aid of the concept of marginal utility. Marginal utility എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൻ്റെ സഹായത്തോടെ മോഡേൺ എക്കണോമിസ്റ്റിന് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മോഡേൺ എക്കണോമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡസ് നോട്ട് ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ മാർജിനൽ യൂട്ടിലിറ്റി വിച്ച് ഈസ് ക്രൂഷ്യലി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് പ്രൈസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഒരിക്കലും ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് പ്രൈസ്. നൗ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ അബണ്ടൻറ്റ് ക്വാണ്ടിറ്റീസ്, സോ ഇറ്റ്സ് റിലേറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വെരി ലോ, ദെയർഫോർ ദ പ്രൈസ് ഈസ് ലോ. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? അതായത് വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് അബണ്ടൻ്റ്ലി അവൈലബിൾ ആണ്. സോ വാട്ട് ഹാപ്പൻ ഈസ് അത് എല്ലാവരും യൂസ് ചെയ്യുന്നു, ഭയങ്കര അവൈലബിലിറ്റി അതിനുണ്ട്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര കുറവ് അല്ലെങ്കിൽ ഈവൻ സീറോ വരെ ആകാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും സീറോ ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം സ്കെയർസ് ആണ്. സോ വാട്ട് ഹാപ്പൻ അതിൻ്റെ റിലേറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ലോ ഹെൽപ്സ് ഇൻ ഡെറൈവിങ് ദ ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. With the aid of law of diminishing marginal utility, we are able to derive the law of demand and to show why demand curve slopes downward. Besides, Marshallian concept of consumer surplus is based upon the principle of diminishing marginal utility. അതായത് കൺസ്യൂമർ സർപ്ലസും ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റീൻ്റെ ബേസിസിലാണ് ഇരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ദിസ് ലോ ഷോസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം will increase social welfare. Another important use of marginal utility is in the field of fiscal policy. ഫിസിക്കൽ പോളിസിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇൻകം ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് imposing progressive income taxes on the rich sections of the society. അതായത് റിച്ച് സെക്ഷനിൽ നിന്ന് ടാക്സസ് ഇമ്പോസ് ചെയ്ത് ആ ടാക്സ് പുവർ ആയിട്ടുള്ള ജനങ്ങളുടെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് പ്രധാനമായിട്ടും നമുക്കല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് transfer of income from rich to the poor will increase the social welfare of the community. അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഇൻകം പുവറായിട്ടുള്ള ജനങ്ങളിലോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സോഷ്യൽ വെൽഫെയർ ആണ് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓൾസോ അപ്ലൈസ് ടു മണി. ആസ് ദ മണി ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ മണി ടു ഹിം ഫോൾസ്. അതായത് ഒരു കൺസ്യൂമറിന് മണി ഇൻകം ഇൻക്രീസ് ചെയ്യുവാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഹൗ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വിൽ ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ 5.2. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ വെൽഫെയറിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെയാണ് എക്സ് ആക്സിസിൽ മണി ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആണ് നൽകിയിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും വാട്ട് ഹാപ്പൻ ഈസ് ഈ ഗ്രാഫിൽ ഒ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പുവർ ആയിട്ടുള്ള വ്യക്തിയുടെ ഇൻകവും അതുപോലെ തന്നെ ഒ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒ എച്ച് ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിട്ടുള്ള ഒ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിട്ടുള്ള വ്യക്തിയുടെ ഇൻകവുമായിട്ട് കൺസിഡർ ചെയ്യുക. സോ വാട്ട് ഹാപ്പൻ ഈസ് അദ്ദേഹത്തിന് ഈ എച്ച് ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ ആ റിച്ച് പേഴ്സണ് ടാക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. സോ ഈ ഒരു എമൗണ്ട് എടുത്തിട്ട് ഈ ഒരു സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഈ എൽ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ എച്ച് ഡാഷ് എമൗണ്ട് ഈ എൽ ഡാഷ് അല്ലെങ്കിൽ പുവർ മാനിന് സംഭാവനയായിട്ട് നൽകി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഗെയിനിനെ കാണിക്കുന്നതാണ് എൽ ഡാഷ് ബി എ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ റിച്ച് മാൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പുവർ മാനിന് കൺവേർട്ട് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച ഗെയിനാണ്. അതേപോലെ എച്ച് ഡാഷ്
DC എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആ ഒരു ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് റിച്ച് മാൻ ഉണ്ടായിരിക്കുന്ന ലോസ് ആണ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എക്സ് ആക്സിസിൽ മണി ഇൻകം ആണ് കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ MU എന്ന് പറഞ്ഞിരിക്കുന്ന കർവ് മാർജിനൽ യൂട്ടിലിറ്റി കർവാണ്. ഇതിൽ OL എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം ഓഫ് പുവർ മാൻ, അതേപോലെ OH എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം ഓഫ് എ റിച്ച് മാൻ. ഇതിൽ H എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ റിച്ച് മാൻ. അതേപോലെ LL എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ഗെയിൻ റിസീവ്ഡ് ബൈ യൂസിങ് ദ ടാക്സ് വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ റിച്ച് മാൻ വിച്ച് ഹെൽപ്പ് ആസ് എ സർവീസ് ടു ദ പുവർ മാൻ. മനസ്സിലായോ? അതായത് H എന്ന് പറഞ്ഞിരിക്കുന്ന ടാക്സ് റിച്ച് മാനിൽ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടായ നഷ്ടം മൂലം പാവപ്പെട്ടവന് കിട്ടിയിരിക്കുന്ന സർവീസാണ് ഈ LL എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിരിക്കുന്നത്, അതായത് LL-BA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റീജിയൻ കാണിച്ചിരിക്കുന്നത് ദ ഗെയിൻ റിസീവ്ഡ് ബൈ ദ പുവർ മാൻ ആണ്. അതേപോലെ HC-D എന്ന് പറഞ്ഞിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ലോസ് ഇൻകേർഡ് ബൈ ദ റിച്ച് മാൻ ഓൺ പേയിങ് ടാക്സസ് ആണ്. അതാണ് വെൽഫെയർ അപ്രോച്ച് കാർഡിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി യൂസ് ചെയ്തിട്ട് വെൽഫെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, എൻജോയ് ലേണിംഗ്, ഗോഡ് ബ്ലെസ്.